ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചതിന് ശേഷം രാവിലെ എണീക്കാനും പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യാനൊക്കെ മടിയായിരിക്കല്ലേ. എനിക്കിപ്പം കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ എണീക്കണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരു മാസമല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാം. അപ്പോൾ ഇനി അങ്ങനെ നിന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കാമെന്ന് വിചാരിച്ചു. എന്നാലും 7 മണിയായി എണീറ്റപ്പോൾ സാരമില്ല, നമുക്ക് പിന്നെ അടുത്ത ദിവസം തൊട്ട് 6 മണി ഇങ്ങനെ എണീറ്റ് കറക്റ്റായിട്ട് വരാം. അപ്പം ഞാൻ നേരെ പിന്നെ വേറെ ഒന്നിനും നിന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവുണ്ടല്ലോ, അപ്പോൾ ഇഡ്ഡലിയാണ്. അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ക്യാരറ്റ് ഗ്രേറ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഇളവി വരും. ഇങ്ങനെ ചൂടായതിന് ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചൂടായതിന് ശേഷം ഒഴിക്കാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മളെ വെജിറ്റബിൾ മാത്രമേ മിക്സ് ചെയ്ത് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. നമ്മൾ വെള്ള ചമ്മന്തി ഉണ്ടല്ലോ, തേങ്ങയും ഇഞ്ചിയും ഉപ്പും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, സാമ്പാറായാലും ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിന്നെ ഞാൻ 7:30 ജോലി തുടങ്ങി. 8 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കി എടുത്ത്. അപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യാൻ കുറച്ച് മടിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് കറക്റ്റായിട്ട് അങ്ങ് ജോലിയൊക്കെ ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് 8 മണിക്ക് തന്നെ പിന്നെ ഉച്ചയ്ക്കുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രീസറിൽ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി അങ്ങ് തണുപ്പ് മാറുന്നതിന് മുമ്പ് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി മാറ്റിയിട്ട് പിന്നെ മടി കൂടാതെ പെട്ടെന്ന് അങ്ങ് ലഞ്ചും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചൂരയാണ് കേട്ടോ ഇത്, നമ്മളവിടെയൊക്കെ ചൂര എന്നാണ് പറയുന്നത്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് പിന്നെ തേങ്ങയൊക്കെ പാകത്തിന് മസാലയൊക്കെ അരച്ച് അതും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചതും പിന്നെ നമ്മൾ പച്ചമാങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് ചൂര മീൻ. പച്ചമാങ്ങയൊന്നും ഞങ്ങൾക്കില്ല, അടുത്ത വീട്ടിൽ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുതരും. ചക്ക മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തരും കേട്ടോ. പക്ഷേ ഞങ്ങൾക്കിത് രണ്ടും ഇല്ല. നമുക്കിങ്ങനെ പ്ലാവും മാവൊക്കെ വാങ്ങിച്ച് നടണമെന്നുള്ള പ്ലാനുണ്ട്, പക്ഷേ ഇതുവരെ നടക്കണില്ല. എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് ഈ വർഷമെങ്കിലും നടണം. നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ കിട്ടുമല്ലോ, മാങ്ങയായാലും ചക്കയായാലും ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ വീട്ടിലൊന്നുമില്ല, എല്ലാം വാങ്ങിക്കണം പുറത്തുനിന്ന്, അങ്ങനെയാണ്. അങ്ങനെ അതെല്ലാം നല്ല മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അതും വേവാൻ വേണ്ടി വെച്ച്. ഇനി നമുക്ക് ചോറ് വയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിയൊക്കെ എടുത്ത് കുറച്ച് അരി മതി, നമുക്ക് ഉച്ചയ്ക്ക് മാത്രമല്ലേ കഴിക്കണം. അങ്ങനെ ഇന്ന് ചമ്പാവരി എടുത്തിട്ട് ഇന്ന് റൈസ് കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഓരോ ദിവസം ഓരോ രീതിയായിരിക്കും കേട്ടോ. കുക്കറിൽ വയ്ക്കും, അടുപ്പിൽ വയ്ക്കും. പിന്നെ അങ്ങനെ ഇന്ന് അരിയും വെള്ളമൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അങ്ങനെ അതെല്ലാം കഴുകി കലത്തിലേക്കിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. ആ സമയത്ത് നമ്മുടെ മീൻ നല്ലതായിട്ട് തിളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെന്നും ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. ഇപ്പം ഞാൻ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റയോ തക്കാളിയോ വെണ്ടയ്ക്കയോ എന്താണെങ്കിലും എടുക്കാം, ഏതെങ്കിലും ഒരെണ്ണം മതി. ഇന്നതാണെന്നൊന്നും നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണ് അതെടുക്കുക. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ഒരു സവാളയും കൂടെ വേണം, വേറൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ ചില ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട്, നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ആ ടേസ്റ്റ്. അങ്ങനെ ഞാൻ കോവയ്ക്കെല്ലാം കട്ട് ചെയ്ത് എടുത്തു, പിന്നെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തെടുക്കണേ.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇഷ്ടപ്പെട്ടോന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാവും. നമ്മൾ പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ വരുമ്പം നമ്മുടെ ചാനലിനൊരു ഇതാണല്ലോ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീൻ പിന്നെ ഇത് പച്ചക്കറിയായിട്ട് ഈ ഒരു ഐറ്റം തന്നെ കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, നാരങ്ങയും ഇഞ്ചി അച്ചാറും ഉണ്ട്. അപ്പോൾ അത് മതി, ഒത്തിരി ഒന്നും അങ്ങനെ ഞാൻ റെഡിയാക്കി എടുക്കാറില്ല. അങ്ങനെ ഇത് നമ്മുടെ പാനിലൊഴിച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് വേവാൻ വയ്ക്കാം കേട്ടോ. ആദ്യം ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കോവയ്ക്കയും ഓയിലും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കും. ഇപ്പോൾ ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്കൊക്കെ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർക്കാൻ നിന്നില്ല. അത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവാൻ വെച്ചു. പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, അത് അടിയിൽ പിടിച്ചോ കരിഞ്ഞോ വെന്തോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് നല്ല വെന്തതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള ഐറ്റമൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഏത് പച്ചക്കറി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാലും നല്ല വേവണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, മൂടിയൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ വെന്തതിന് ശേഷം ഇടാവേ, ആദ്യമേ ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ വേവാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടിയാണ് കേട്ടോ. കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി ആദ്യമേ അങ്ങ് ചേർക്കരുത്, ചിലപ്പോൾ ആ സാമ്പാർ പൊടിയിലൊരു കടുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സാമ്പാർ പൊടിയിലൊരു ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ, ഈ നമ്മളെ കറിക്കാതുകൊണ്ടാണ്. അങ്ങനെ അതെല്ലാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ളതും റെഡിയായി. ഇപ്പോൾ 10 മണിയായപ്പോൾ തന്നെ ഞാൻ അതുമെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് നിങ്ങൾ ഇങ്ങനെ അടുപ്പ് ക്ലീൻ ചെയ്യുന്നതും സിങ്ക് ക്ലീൻ ചെയ്യുന്നതും കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണണം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഇതാ ചോറും നമ്മുടെ നാരങ്ങ അച്ചാറും ഇഞ്ചി അച്ചാറും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കോവയ്ക്ക വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടല്ലോ, അത് മീനും നമ്മുടെ പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ച് നല്ല തേങ്ങയൊക്കെ അരച്ച് വെച്ച് മീൻ കറിയും കൂടി എടുത്ത് അടിപൊളിയായിട്ട് ഊണഴിച്ചിട്ടാണ്. കോവയ്ക്ക അടിപൊളിയായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ പിന്നെ ചോറ് കഴിച്ച് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഒരു 5 മണിയായി കാണും. അപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ ആട്ടമാവിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി അത് നമ്മുടെ ദോശക്കല്ലിൽ പരത്തിയതിന് ശേഷം അതിൽ കുറച്ച് ശർക്കരയും തേങ്ങയും ഏലക്കയൊക്കെ ചതച്ച മിക്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി നല്ല മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല മൊരിയുമ്പോഴാണ് അത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇടുന്ന ഇത് അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ടാക്കിയുള്ളേ. ഇവിടെ വേറെ ആരും കഴിക്കില്ല, ഇത് മധുരം അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ബേക്കറി ഐറ്റംസ് 2 ഐറ്റം ഉണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞാനും മക്കളൊക്കെ ചായ കുടിച്ചിട്ട് പിന്നെ വൈകിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സാധനമൊന്നുമില്ല. പിന്നെ നാളെ ഒരു നൂല് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ട് എൻ്റെ ചെരുപ്പ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടാറില്ല, എൻ്റെ ചെരുപ്പ് ഞാൻ പുറകിൽ ഷെഡിൽ കൊണ്ടിടും. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കാൻ വന്നു. കുറച്ച് സാധനമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കാണുന്നതെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുന്നതില്ല കേട്ടോ. 1 മാസത്തേക്ക് വാങ്ങിക്കും, പിന്നെ എന്തെങ്കിലും ഇല്ലാത്തത് മാത്രം വാങ്ങിച്ച് വയ്ക്കും. ഇല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായി കളയുമല്ലോ ഒത്തിരി നാളത്തേക്ക് വാങ്ങിച്ച് വെച്ചാൽ. അപ്പോൾ കുറച്ച് സോപ്പ് ഐറ്റങ്ങളും തുണി കഴുകണ സോപ്പ് അങ്ങനെയൊക്കെയുള്ള സോപ്പ് ഐറ്റങ്ങളൊക്കെ വേണമായിരുന്നു. വെളിച്ചെണ്ണ അങ്ങനെയൊക്കെയുള്ള ഐറ്റം കുറച്ച് സാധനങ്ങൾ തീർന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ബില്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധനങ്ങൾ ആവശ്യമുള്ളതെല്ലാം എടുത്ത് പിന്നെ ബില്ലൊക്കെ ഇട്ട് പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടേ വരും. അപ്പോൾ കാറിൽ ഇരുന്ന് തന്നെ അതെല്ലാം പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ വന്നത് ഒരു ജ്വല്ലറിയിലാണ് കേട്ടോ, ചെറിയൊരു ജ്വല്ലറിയിലാണ് കേട്ടോ.
അന്ന് അക്ഷയ തൃതീയയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ അന്ന് അതുകൊണ്ട് കുറച്ച് അധികം മൂക്ക് കുത്താനും സെക്കൻഡ് കാൽ കുത്താനൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ അങ്ങ് പേടിച്ചു കേട്ടോ. ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില ഈശ്വര, ഞങ്ങളെ കല്യാണത്തിന് 12,500 രൂപ എന്തോണം, ഇപ്പോൾ 75,000 പുറത്ത് എന്തോ ആയി, നമ്മുടെ ഒരു കൂലിയൊക്കെ ഉൾപ്പെടെ. അപ്പം ഞങ്ങളൊരു കുഞ്ഞു മോതിരമാണ് എടുത്തത്. ആ മോതിരത്തിൻ്റെ വിലയാണെങ്കിൽ 2,200 രൂപ. 1,500 കുറഞ്ഞ മോതിരമേ ഇല്ല. കുഞ്ഞു മോതിരമാണ് കേട്ടോ, നൂലുകെട്ടിന്. അപ്പം നമ്മൾ പണ്ടൊക്കെ 500, 600, 700 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ 2,200 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എന്തായാലും വാങ്ങിച്ചാലേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വന്നു. കുറച്ച് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ മോന് ജ്യൂസ് അടിക്കാൻ മാങ്ങ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസ് അടിക്കാൻ പറ്റിയ മാങ്ങ എടുത്ത് അവനെ എപ്പോഴും മാങ്ങ കാണുമ്പോഴേ ഇങ്ങനെ ജ്യൂസ് കുടിക്കാനുള്ളൊരു ഭയങ്കര ആവേശമാണ് കേട്ടോ. പിന്നെ ഈ പാലൊക്കെ ചേർത്ത് കുടിക്കണോണ്ട് പാൽ ഉള്ളിൽ പോകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ വാങ്ങിച്ച് അങ്ങനെ സ്വന്തമായിട്ട് തന്നെ അടിക്കും കേട്ടോ. അതുകൊണ്ട് വാങ്ങിച്ച് കൊടുക്കണ പാടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് നോക്കി, കുറേ അധികം ഇങ്ങനെ ചീഞ്ഞു പോയി കേട്ടോ. അത് ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ഇരിക്കണം, പക്ഷേ എല്ലാം പോയി. അങ്ങനെ കുറച്ച് നല്ലത് മാത്രം ഞങ്ങളിങ്ങനെ നോക്കിയെടുത്ത് പിന്നെ അതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്ന പരിപാടി തുടങ്ങിയിട്ട് അവൻ ജ്യൂസ് അടിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. മധുരം അല്പം കുറവായിരുന്നു കേട്ടോ. ജ്യൂസിന് നല്ലതായിരുന്നു. പിന്നെ അത് പാലും പഞ്ചസാരയൊക്കെ എന്നും സ്ഥിരം ഒരേ ജ്യൂസ് തന്നെ കേട്ടോ അവ അടിക്കണത്. എന്നിട്ട് ആദ്യം എനിക്ക് ഒന്ന് കുടിക്കാൻ പറഞ്ഞു, പക്ഷേ അല്പം കട്ടി കൂടിപ്പോയി എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവൻ വീണ്ടും പാലൊഴിച്ച് വീണ്ടും അടിക്കുകയാണ്. ഞാനും മോളും കൂടെ ഇത് തന്നെ കുടിച്ച്. പക്ഷേ തണുത്ത പാലൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്, മധുരമുണ്ട്, അല്പം കട്ടി കൂടിയെന്നേ ഉള്ളൂ. അങ്ങനത്തെ ജ്യൂസൊക്കെ കുടിച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.